കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സാങ്കേതിക സഹായത്തോടെ ഹരിതഭവനം പദ്ധതി നടപ്പിലാക്കുന്നു. ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീടുകൾ ഹരിതഭവനങ്ങളും വിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളുമാക്കി മാറ്റുന്ന പദ്ധതിയാണിത്. മാലിന്യ സംസ്കരണം, ഊർജ്ജ സംരക്ഷണം, ജലസംരക്ഷണം, ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിൽ സ്വയം പര്യാപ്തമായ യൂണിറ്റുകളായി വീടുകളെയും വിദ്യാലയങ്ങളെയും മാറ്റുകയാണ് ചെയ്യുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിനായി വിളിച്ചു ചേർത്ത് വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപകരുടെ ശില്പശാല വടകര DO M രേഷ്മ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 700ഓളം വിദ്യാലയങ്ങൾ, 700ഓളം കുട്ടികളുടെ ഭവനങ്ങൾ കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയിൽ ഹരിത ഭവനങ്ങളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്ത ദിവസം തന്നെ ജില്ലാ കളക്ടർ 1000 ഹരിത ഭവനങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജില്ല ഏറ്റെടുത്ത ഏറ്റവും മികച്ച പ്രവർത്തനമായി തന്നെ നമുക്കിതിനെ കണക്കാക്കാം. നമുക്കറിയാം, ഏതൊരു നല്ല കാര്യവും നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ആദ്യ ഗുരു എന്ന് പറയുന്നത് നമുക്ക് അക്ഷരം പറഞ്ഞു തന്ന അമ്മയെന്ന് വിളിപ്പിച്ച നമ്മളെ പാരൻസ് തന്നെയാണ്. അതേപോലെ ആദ്യ വിദ്യാലയവും നമ്മളെ ഭവനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ഏറ്റവും മികച്ച കാര്യവും ഭവനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. അത് നമ്മളെ കുട്ടികളെ നമുക്ക് ബോധവൽക്കരിക്കണം. പ്രശസ്ത എഴുത്തുകാരനായ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വാക്കുകൾ നമ്മൾ ഓർമ്മിക്കണം. ഓരോ വീടും അതിൻ്റെ തൊടിയും മുറ്റവും വൃത്തിയാക്കിയാൽ ഈ ലോകം തന്നെ എന്ത് മനോഹരമായേനെ, എന്ത് വൃത്തിയായേനെ. ആ ഒരു ആശയം തന്നെയാണ് ഹരിതഭവന പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. ഇവിടെ നിന്ന് കിട്ടിയ ഈ വിവരങ്ങൾ നിങ്ങളുടെ ഹെഡ് മാസ്റ്ററോട് വിശദമായി സംസാരിക്കണം. ഹെഡ് മാസ്റ്ററോട് ഇതിനു വേണ്ടി സ്കൂളിൽ ഒരു സമിതി, ഹരിതഭവനത്തിൻ്റെ ഒരു സമിതി ഉണ്ടാക്കണം എന്ന് പറയാം. അതിൽ PTA പ്രസിഡന്റ്, ചെയർമാൻ, ഹെഡ് മാസ്റ്റർ, ജനറൽ കൺവീനർ, നിങ്ങൾ ഹരിതഭവനത്തിൻ്റെ സ്കൂൾ തല കോർഡിനേറ്റർ ആയിരിക്കുന്ന നിങ്ങൾ കൺവീനർ, സ്റ്റാഫ് സെക്രട്ടറി, SITC, പിന്നെ കമ്പ്യൂട്ടറിൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഇതിലൊക്കെ പ്രാവീണ്യമുള്ള, താല്പര്യമുള്ള ഏതാനും അധ്യാപകർ, ഏതാനും വിദ്യാർത്ഥികൾ, ഇത്രയും പേരടങ്ങുന്ന ഒരു സമിതി നിങ്ങൾ സ്കൂൾ തലത്തിലുണ്ടാക്കുക. ബാപ്പു പറമ്പത്ത് ഹരിതഭവനത്തെക്കുറിച്ചും മണലിൽ മോഹനൻ മാലിന്യമുക്ത നവകേരളത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു. ഫൗണ്ടേഷൻ സെക്രട്ടറി ZD സൽമാൻ, സിസ്റ്റർ ചൈതന്യ, SJ സജീവ് കുമാർ, ബിനോയ് P മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതഭവനം സൃഷ്ടിച്ച എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകും. SJ സജീവ് കുമാർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്ററും 7 ഉപജില്ലകളിലെയും ഓരോ അധ്യാപകർ അംഗങ്ങളുമായി സമിതി രൂപീകരിച്ചു. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.